ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയിൽ തൃക്കരിപ്പൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും തീരമേഖല വെള്ളക്കെട്ടിൽ മുങ്ങി. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായി. തീരദേശ മേഖലയിലൂടെ കടന്നുപോകുന്ന ഗ്രാമീണ റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ ഇരുഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ യാത്ര മുടങ്ങിയ നിലയിലാണ്. ടാറിംഗ് റോഡുകൾ പലയിടങ്ങളിലും 3 അടിയിലധികം വെള്ളം ഉയർന്ന് വെള്ളക്കെട്ട് ദിവസങ്ങളായി തുടരുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയ്ക്ക് ശമനമില്ലാതെ വെള്ളക്കെട്ടിന് പരിഹാരമാവില്ല എന്നത് ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് OTC കാപ്പുകുളം റോഡ്, തൃക്കരിപ്പൂർ നിലമ്പം തട്ടിൽ റോഡ്, മീലയാട്ട് കിഴക്കേക്കര അംബേദ്കർ റോഡ്, പേക്കടം തട്ടിൽ റോഡ്, മുജമ്മൽ ആണ്ടയിൽ റോഡ്, എടാട്ടുമ്മൽ കുണിയൻ റോഡ് എന്നിവയെല്ലാം വെള്ളത്തിനടിയിലായി. നിലമ്പം തട്ടിൽ റോഡിൽ ഇരുഭാഗത്തെയും വയലുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് റോഡിലൂടെ നിറഞ്ഞ് ഒഴുകുകയാണ്. കനത്ത മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെ മീലിയാട്ട് കിഴക്കേക്കര അംബേദ്കർ കോളനി റോഡിലെ ചെമ്മങ്ങാട്ട് യശോദയുടെ വീടിന്റെ അടുക്കളയിലേക്ക് വെള്ളം ഇരച്ചു കയറി. റോഡ് കവിഞ്ഞെത്തിയ വെള്ളം വീട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലാണുള്ളത്. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് 9-ാം വാർഡിൽപ്പെടുന്ന OTC കാപ്പുകുളം റോഡിലെ ടൈലർ AV സുധാകരൻ, പെയിന്റർ V രമേശൻ, K നബീസ, K ഖദീജ തുടങ്ങിയവരുടെ വീട്ടിലേക്ക് വെള്ളം കയറി. സുധാകരന്റെ വീട്ടുവളപ്പിലെ ചുറ്റുമതിൽ തകർന്നു വീണു. വീടിന് സമീപത്തെ വർക്ക് ഷെഡ് പൂർണ്ണമായും വെള്ളം കയറി ഫർണിച്ചറുകളും മര ഉരുപ്പടികളും തയ്യൽ മെഷീനുകളും നശിച്ചു. പെയിന്റർ രമേശൻ വീട് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. തൃക്കരിപ്പൂർ, വെള്ളാപ്പ്, മീലയാട്ട് നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഇതോടൊപ്പം കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.